ഇവിടെ ഇപ്പോൾ നമ്മൾ മാധ്യമങ്ങളുടെ ഒരു പൊതു രീതി എടുക്കുമ്പോൾ ഇപ്പോൾ ന്യൂനപക്ഷ വർഗീയതയെക്കുറിച്ച് പറയുമ്പോൾ അതേസമയം ഒരു സമീകരണത്തിൻ്റെ ഭാഷയിൽ ന്യൂനപക്ഷ തീവ്രവാദത്തെക്കുറിച്ച് പറയുന്നു. ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു പശ്ചാത്തലം നമ്മൾ ശരിക്കെടുത്ത് പരിശോധിക്കുമ്പോൾ ഒരു ബാബരി ധ്വംസനത്തിന് ശേഷം ചില ഒറ്റപ്പെട്ട ശബ്ദങ്ങളും ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നുള്ള ചില പ്രതികരണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഒരുപക്ഷെ അത്ര പോലും ഇല്ലാത്ത ഒരു സംഗതിയാണ് ഈ ന്യൂനപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന തീവ്രവാദ സ്വരങ്ങൾ എന്ന് പറയുന്നത്. വലിയൊരു വിഭാഗം ആളുകളും ഇവിടുത്തെ ജനാധിപത്യ മതേതര ചേരിയോടൊപ്പം നിൽക്കണമെന്ന് ചിന്തിക്കുന്നതാണ്. പക്ഷെ എങ്കിൽ പോലും വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നിടത്ത് പലപ്പോഴും ഒരു ഭൂരിപക്ഷ വർഗീയതയെക്കുറിച്ച് പറയുമ്പോൾ ഒരു സമീകരണത്തിൻ്റെ ഭാഷയിൽ ന്യൂനപക്ഷ തീവ്രവാദത്തെക്കുറിച്ച് പറയുന്നു. ഇതെന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കും? എനിക്ക് ഒരു മാധ്യമപ്രവർത്തനമായതുകൊണ്ട് ഇവിടെയുള്ള ചോദ്യങ്ങൾക്ക് ഒരു അധികമായ ഭാരമൊന്നുമില്ല. ഞാൻ സ്വയം തന്നെ ഒരു നല്ല മാധ്യമ വിമർശകനാണെന്ന് കരുതുന്ന ഒരാളാണ്. പക്ഷേ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ നിങ്ങളെ വേറൊരു പേഴ്സ്പെക്റ്റീവ് കാണിച്ചു തന്നതാണ്. അതിനർത്ഥം ഞാൻ ആ ഒരു പേഴ്സ്പെക്റ്റീവിൽ മാത്രം സംസാരിക്കുന്ന ഒരാൾ എന്നല്ല. അങ്ങനെ ഒരു ഭാരം എനിക്കില്ല. ഇവിടെ ബാബുരാജ് ഒരു കാര്യം പറഞ്ഞു, ഞാൻ വേറൊരു പേഴ്സ്പെക്റ്റീവ് പറഞ്ഞു എന്നേ ഉള്ളൂ. അതാണ് അതിൻ്റെ നല്ല രീതി, സമഗ്രമായിട്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ. പിന്നെ ഈ പറയുന്ന ഒരു ബാലൻസ് കെ നായർ തിയറി, ആളുകൾ ബാലൻസ് ചെയ്ത് പറയാം. ഭൂരിപക്ഷ വർഗീയതയെക്കുറിച്ച് പറയുമ്പോൾ ന്യൂനപക്ഷ വർഗീയത അത് മാധ്യമങ്ങളാണോ ചെയ്യുന്നത്? എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. അത് രാഷ്ട്രീയക്കാർ. ഇന്നലെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഒരു യാത്രയുടെ സമാപന വേദിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിച്ചപ്പോൾ ഇത് തന്നെയാണ് പറഞ്ഞത്. അത് രാഷ്ട്രീയക്കാരുടെ രീതിയാണ്. അത് മാധ്യമങ്ങൾ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുക, വസ്തുതാപരമായിട്ട് റിപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ഒരു പ്രശ്നത്തെക്കുറിച്ച് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ NS മാധവനാണോ അത് സക്കറിയാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല, അത് ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇന്ന് നമ്മൾ നേരിടുന്നത് ഒരു ഹിന്ദുത്വ ഫാഷിസമാണ്. ഇന്ന് അത് ഏതെങ്കിലും മതവിഭാഗം മാത്രമല്ല, രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ഹിന്ദുത്വ ഫാഷിസം. നിങ്ങൾ ഹിന്ദുത്വ ഫാഷിസത്തെ എതിർക്കുമ്പോൾ അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ന്യൂനപക്ഷ വർഗീയതയെക്കുറിച്ച് സംസാരിക്കരുത്. കാരണം അത് രണ്ട് എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള രണ്ട് പ്രശ്നങ്ങളാണ്. ന്യൂനപക്ഷ സമുദായങ്ങൾക്കിടയിൽ, അത് ക്രൈസ്തവരുടെ ഇടയിലോ സിഖുകാരുടെ ഇടയിലോ മുസ്ലിങ്ങളുടെ ഇടയിലോ വർഗീയത ഇല്ല എന്നാരും വാദിക്കുന്നില്ല. ഒരു കമ്മ്യൂണിറ്റിയിൽ വർഗീയത ഉണ്ടാവുക എന്നുള്ളത് വളരെ ക്വൈറ്റ് നോർമലാണ്. എല്ലാ കാലത്തും എല്ലാ സമൂഹങ്ങളിലും വർഗീയവാദികളും വർഗീയ ആശയങ്ങളും ഉണ്ടാവും. പക്ഷെ ഫാഷിസം എന്ന് പറഞ്ഞാൽ വേറെ തന്നെ ഒരു സാധനമാണ്. ഈ ആളുകളുടെ ഒരു പ്രശ്നം ഫാഷിസം, വർഗീയത, സമുദായവാദം ഇത് മൂന്നും ഒന്നാണ് എന്ന് തെറ്റിദ്ധരിക്കുകയാണ്. ഫാഷിസവും വർഗീയതയും ഒന്നല്ല. ഫാഷിസം എന്ന് പറഞ്ഞാൽ ഒരു ടോട്ടലിറ്റേറിയൻ ആയിട്ടുള്ള ഒരു അധികാര രൂപമാണ്. വർഗീയത എന്ന് പറഞ്ഞാൽ അതെല്ലാ കാലത്തും ഈ വംശീയതയുമായി ബന്ധപ്പെട്ട് എല്ലാ കാലത്തും ആളുകളുടെ ഇടയിലുള്ളൊരു സാധനം തന്നെയാണ്. പക്ഷേ ഫാഷിസം എൻ്റർലി ഡിഫറെൻ്റ്. അപ്പോൾ നമ്മൾ ഫാഷിസത്തെ വിമർശിക്കുമ്പോൾ എന്നാൽ അത് തൂക്കൊപ്പിക്കാൻ വേണ്ടി നമ്മൾ അതിനെ വിമർശിച്ചളയാം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഫാഷിസത്തെ ന്യൂനീകരിക്കലാണ്. ഇത് ചെയ്യുന്നത് മാധ്യമങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് മാധ്യമങ്ങളെക്കാൾ കൂടുതൽ രാഷ്ട്രീയക്കാരാണ് അത് ചെയ്യുന്നതാണ് എൻ്റെ ബോധ്യം.